സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുള്ള MLA സർവീസ് ആർമിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന ഫ്യൂച്ചർ സ്റ്റാർസ് പോലുള്ള നിരവധി പഠനോപകരണങ്ങളും വിതരണം അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഉണർവും ഉന്മേഷവും പകരുന്നതിന് നിരവധി പദ്ധതികൾക്ക് ചുക്കാൻ പിടിച്ച സാറിന് നമ്മുടെ വെട്ടിക്കാനം KSM സ്കൂളിന്റെ ചരിത്രത്തിലും തങ്കലിപികൾ കൊണ്ട് കൂറിയിടേണ്ട ഒരു പുണ്യ നിമിഷത്തിന് നമ്മൾ ഇന്ന് സാക്ഷിയാവുകയാണ്. എല്ലാ സൗകര്യങ്ങളോടും ഒത്തിണങ്ങിയ മനോഹരമായ ഒരു പാചകപ്പുര ഞങ്ങൾക്ക് നിർമ്മിച്ചു നൽകി. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിച്ചേർന്ന പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ സാറിനെ നിറഞ്ഞ കയ്യടികളോടെ KSM സ്കൂളിലേക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ കൂട്ടിക്കൽ ഇടവക ദേവാലയത്തിൻ്റെ വികാരിയും ഈ സ്കൂളിൻ്റെ മാനേജറുമായ ഒരു ബഹുമാനപ്പെട്ട ജോസഫ് വടക്കേമംഗലത്തച്ഛൻ, ബഹുമാന്യനായ നമ്മുടെ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന ശ്രീ വിജോയ് ജോസ് മൊണ്ടുപാലം, സ്വാഗതം ആശംസിച്ച ബഹുമാന്യയായ സിസ്റ്റർ പ്രസില്ല P. അലക്സാണ്ടർ, റിപ്പോർട്ട് അവതരിപ്പിച്ച സീനിയർ അസിസ്റ്റന്റ് മിനിമോൾ മാത്യു ടീച്ചർ, കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ഈ വാർഡിൻ്റെ മെമ്പറുമായ പ്രിയങ്കരിയായ ശ്രീമതി ജെസി ജോസ്, നമ്മുടെ കൂട്ടിക്കൽ ഫെറോന പള്ളിയുടെ അസിസ്റ്റന്റ് വികാരി കൂടിയായ സ്നേഹബഹുമാനപ്പെട്ട അഗസ്റ്റിൻ മേച്ചേരിലച്ചൻ, PTA പ്രസിഡന്റ് പ്രിയങ്കരനായ ശ്രീ ജോയി മടുക്കാങ്ങൽ, മറ്റ് ബഹുമാന്യരായ അധ്യാപകർ, ബഹുമാന്യരായ രക്ഷിതാക്കൾ, ഏറ്റവും പ്രിയപ്പെട്ട ഈ സ്കൂളിലെ മിടുമിടുക്കരായ കുഞ്ഞുങ്ങളെ, ഞാൻ അല്പം വൈകിയാണ് എത്തിയത്. കാരണം ഇപ്പോൾ നിയമസഭാ സമ്മേളനം നടക്കുന്ന അവസരമാണ്. ഇന്നലെ വളരെ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. ഇന്ന് രാവിലെ കുറേയേറെ സന്ദർശകരും മറ്റും ഉണ്ടായിരുന്നതിനാലാണ് സമയത്ത് ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. അത് മനഃപൂർവ്വം അല്ലെന്ന് ആദ്യമേ തന്നെ അറിയിക്കട്ടെ. ഈ KCM LP സ്കൂള് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പള്ളിയുടെ കോമ്പൗണ്ടിൽ ഏറ്റവും നല്ല അധ്യയന നിലവാരത്തോടെയും ഏറ്റവും അച്ചടക്ക രംഗങ്ങളിൽ പാഠ്യേതര രംഗങ്ങളിൽ ഒക്കെ മികവ് പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു സ്കൂളാണ്. തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ പ്രാഥമിക വിദ്യാലയങ്ങൾക്കാണ്. കാരണം ഓരോ കുഞ്ഞുങ്ങളെയും രൂപപ്പെടുത്തുന്നത് താഴെ തട്ടുകളിലാണ്. അവരുടെ പഠന മികവ് കണ്ടെത്തി അവരെ ശരിയായ വിധത്തിൽ അധ്യയനം നടത്തി അറിവ് സമ്പാദിക്കാനും പാഠഭാഗങ്ങൾ ഹൃദ്യസ്ഥമാക്കി എല്ലാവിധ വൈജ്ഞാനിക ശാഖകളുടെയും അടിത്തറ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അവരെ പഠിപ്പിക്കുന്നത്, പരിശീലിപ്പിക്കുന്നത്, അവരെ അതിലേക്ക് നയിക്കുന്നത് പ്രാഥമിക ക്ലാസ്സുകളിലാണ്. അതുപോലെ നമുക്കറിയാം, ഏത് കാര്യം നമുക്ക് ഗ്രഹിക്കണമെങ്കിലും അതിന് ഭാഷ കൂടിയേ കഴിയൂ. നമ്മുടെ രാജ്യത്ത് ത്രിഭാഷാ സംവിധാനമാണ്. നമ്മുടെ മാതൃഭാഷയായ മലയാളം, ലോകത്തെ ബന്ധിപ്പിക്കുന്ന ഭാഷയായ ഇംഗ്ലീഷ്, നമ്മുടെ രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന ഭാഷയായ ഹിന്ദി. അപ്പോൾ ഈ ഭാഷകളുടെ ഒക്കെ അക്ഷരം പഠിച്ചാലേ കൂട്ടിയെഴുതാൻ പഠിക്കുകയുള്ളൂ. കൂട്ടിയെഴുതാൻ പഠിച്ചാലേ വാക്കുകളും വാചകങ്ങളും നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുള്ളൂ. വാചകങ്ങളും വാക്കുകളും ഹൃദ്യസ്ഥമാക്കിയാലേ ആശയങ്ങളും അറിവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോ ഭാഷ പഠിക്കുന്നതാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ എത്ര ഉയർന്ന തലങ്ങളിൽ പോയാലും അടിസ്ഥാനപരമായ കണക്കും അടിസ്ഥാനപരമായ ഭാഷയും അടിസ്ഥാനപരമായ പാഠഭാഗങ്ങളും എല്ലാം പഠിക്കേണ്ടത് LKG UKG മുതൽ 4ാം ക്ലാസ് വരെയോ അല്ലെ അങ്ങേയറ്റം 7ാം ക്ലാസ് വരെയോ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ ആളുടെയും വ്യക്തിയുടെയും ജീവിതത്തിൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് പ്രാഥമിക ക്ലാസ്സുകൾ തന്നെയാണ്. അതോടൊപ്പം ഒരു കുഞ്ഞിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ
ഏറ്റവും നിർണായകമായ സ്വഭാവ രൂപീകരണം, വ്യക്തിത്വ വികസനം, പെരുമാറ്റശീലവും മനോഭാവവും കാഴ്ചപ്പാടും ഒക്കെ അടക്കം ഒരു വ്യക്തി ജീവിതാവസാനം വരെ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ രംഗത്ത് കോളേജുകളും സർവകലാശാലകളും അതുപോലെ ഗവേഷണ സ്ഥാപനങ്ങളും വലിയ ക്യാമ്പസുകളും ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിനേക്കാൾ ഒരുപിടി മുന്നിൽ പ്രാധാന്യവും പരിഗണനയും കൊടുക്കേണ്ടത് കുട്ടിയെ രൂപപ്പെടുത്തുന്ന, വിദ്യാർത്ഥിയെ കൈപിടിച്ച് ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നോട്ട് പോകാൻ പ്രാപ്തി കൊടുക്കുന്ന പ്രാഥമിക കലാലയങ്ങളിലാണ് എന്നെടുത്തു പറയാൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. MLA എന്നുള്ള നിലയിൽ ഞാൻ ഈ കഴിഞ്ഞ 4 വർഷ കാലത്തിനിടയിൽ ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. അതൊന്നും സമയപരിധി മൂലം വിശദീകരിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നുവല്ല, അതിനുള്ള വേദിയുമല്ലത്. എങ്കിലും നമുക്കറിയാം, നമ്മുടെ നാട് പ്രളയത്തിൽ തകർന്ന ഒരു നാടായിരുന്നു. 2021 ഒക്ടോബർ 16 നമ്മൾ നൂറ്റാണ്ട് കൊണ്ട് നേടിയ നേട്ടങ്ങളും പുരോഗതിയും വികസനവും എല്ലാം, സ്വകാര്യ സമ്പാദ്യങ്ങളും സ്വകാര്യ ജീവിതവും എല്ലാം തകർന്നടിഞ്ഞു പോയി. പക്ഷെ ഈ 3 വർഷം പിന്നിടുമ്പോൾ കൂട്ടിക്കലിനെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ടു പോയ മനുഷ്യജീവനുകൾ, നമ്മുടെ സഹോദരങ്ങളുടെ ജീവൻ ഒഴികെ ബാക്കിയെല്ലാം 10 മടങ്ങ് വലിയ അളവിൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും ഈ നാടിനെ നയിക്കാൻ കഴിഞ്ഞു എന്ന അഭിമാനത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഒക്കെ ഉള്ള ഈ വേദിയിലെ ബഹുമാനപ്പെട്ട അച്ഛൻ, നമുക്ക് ഇടവകയുടെ സേവനവും രൂപതയുടെ സേവനവും ഒക്കെ വളരെ വലുതാണ്. മറ്റ് സേവന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ഇടപെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ തിരിച്ചു പിടിച്ചു എന്ന് മാത്രമല്ല, 2021 ഉണ്ടായിരുന്നതിനേക്കാൾ എല്ലാ തലങ്ങളിലും വലിയ വികസനത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ പാലങ്ങളൊക്കെ ചെയ്ത് പണിയുന്നേ ഉള്ളൂ. അതുപോലെ ഈ റോഡ് വാഗമണിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അതിന്റെ ടെൻഡർ നടപടികളിലേക്ക് ഏപ്രിൽ മാസത്തിൽ എത്തിച്ചേരും. അതോടുകൂടി ഈ നാട് ഒരു അന്താരാഷ്ട്ര ഭൂപടത്തിലേക്ക് വരും. കാരണം വാഗമൺ എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ അല്ല, ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി, അതിന്റെ ഏറ്റവും തൊട്ടടുത്ത സ്ഥലം എന്ന് പറയുന്നതായി കൂട്ടിക്കൽ, അതിന്റെ ഗേറ്റ് വേ ഓഫ് വാഗമൺ ആയി നമ്മൾ മാറാൻ പോവുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ വല്ലാതെ പറഞ്ഞു പോകുന്നില്ല. അതോടൊപ്പം ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, MLA എന്നുള്ള നിലയിൽ ഞാൻ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത്, പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. എല്ലാ രംഗത്തും റോഡുകൾ നിർമ്മിക്കുന്നുണ്ട്, നമ്മുടെ ആശുപത്രികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ ഇവിടെ തന്നെ 5 കോടി രൂപയുടെ ആശുപത്രിയുടെ പണി നടക്കുക കൂട്ടിക്കല്. സർക്കാർ ഓഫീസുകളെല്ലാം നന്നാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുടിവെള്ളം എല്ലാ വീട്ടിലും എത്തിക്കുന്നതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതിനേക്കാൾ എൻ്റെ മനസ്സിൽ കൂടുതൽ പ്രാധാന്യമുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്കാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്ത്. നമുക്ക് പറമ്പും സ്വർണവും ബാങ്ക് ബാലൻസും ഒന്നുമല്ല നമ്മുടെ സ്വത്ത്. നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഓരോ മാതാപിതാക്കളും അത് ഓർമ്മ വയ്ക്കണം എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 2, നമ്മുടെ നാടിന്റെ ഭാവി, ആ ഭാവി എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിലാണ്, ക്ലാസ് മുറികളിലാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഭാവി നല്ലതാവണം, വികസിതമാവണം, ശോഭനമാവണം, പ്രശോഭിതമാവണം, വളർച്ചയുടെയും പുരോഗതിയുടെയും ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ വലിയ പ്രാധാന്യം നൽകുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കാത്ത ഒരു വിദ്യാലയം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അങ്ങനെ ചെറുതും വലുതുമായ ഗവൺമെന്റ് സ്കൂളുകൾക്കാണ് കെട്ടിടം പണിയുന്ന അടക്കമുള്ള വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ആകെ 10-30 ഗവൺമെന്റ് സ്കൂളേ ഉള്ളൂ. അതിൽ 12 എണ്ണത്തിന് കഴിഞ്ഞ 4 വർഷം കൊണ്ട് കെട്ടിടം പണിത് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഒന്നും ലിസ്റ്റ് പറയാൻ ഞാനിവിടെ സമയം കളയുന്നില്ലെങ്കിലും
40 വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന തീക്കോയിലെ ടെക്നിക്കൽ ഹൈസ്കൂളിന് 7.5 കോടി രൂപയുടെ കെട്ടിടം പണിതത് ഉൾപ്പെടെ, ഇവിടെ തൊട്ടടുത്തുള്ള മുരിക്കുമ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിന് 5 കോടി രൂപയുടെ കെട്ടിടം പണിതത് ഉൾപ്പെടെ 12 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ പണിതു കൊടുത്തു. ഒപ്പം ലാപ്ടോപ്പുകൾ നൽകുക, നമ്മുടെ ടോയ്ലറ്റ് ബ്ലോക്കുകൾ നൽകുക, പാചകപ്പുരകൾ നൽകുക, അങ്ങനെ നിരവധി കളിക്കളങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഏതെങ്കിലും പ്രകാരത്തിലുള്ള സഹായങ്ങൾ എല്ലാ വിദ്യാലയങ്ങൾക്കും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ സ്വന്തം നിലയിൽ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കുന്നുണ്ട്. അതിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ, ഒരുപറ്റം സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രഗത്ഭരായ അക്കാഡമീഷ്യന്മാർ, അധ്യാപകർ, വിരമിച്ച കോളേജ് പ്രിൻസിപ്പൽമാർ, വിരമിച്ച കോളേജ് അധ്യാപകർ, വളരെ പ്രഗത്ഭരായ പേഴ്സണാലിറ്റി ട്രെയിനർമാർ ഒക്കെ അടങ്ങിയ ഒരു ടീമിന്റെ നേതൃത്വത്തിൽ ഫ്യൂച്ചർ സ്റ്റാർസ് എഡ്യൂക്കേഷൻ പ്രോജക്റ്റിന്റെ ഒട്ടേറെ കാര്യങ്ങൾ, അത് പറയാനാണെങ്കിലും ഒരു ദിവസം മുഴുവൻ എടുക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെങ്കിലും പഠന വിനോദയാത്ര, സിവിൽ സർവീസ് ക്യാമ്പുകൾ, അതുപോലെ തന്നെ ലീഡർഷിപ്പ് ട്രെയിനിങ് ക്യാമ്പുകൾ, കൗൺസിലിംഗ്, മെഡിക്കൽ ക്യാമ്പുകൾ, സ്കോളർഷിപ്പുകൾക്ക് പരിശീലിപ്പിക്കൽ, മികച്ച വിജയം നേടുന്നവർക്ക് പ്രതിഭാ പുരസ്കാരം, എക്സലൻസ് അവാർഡ്, നിരവധി കാര്യങ്ങൾ ഗുണപരമായ മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിർവഹിക്കുന്നുണ്ട്. അത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഈ സ്കൂളിലാണെങ്കിലും ഒരു പാചകപ്പുര MLA ഫണ്ടിൽ നിന്നും 5 ലക്ഷം നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വാർഡ് മെമ്പർ ജെസ്സിയുടെയും ഒക്കെ നിർബന്ധത്താൽ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ കൂടി വെളിച്ചത്തിലാണ് ഇവിടെ 5 ലക്ഷം രൂപ പാചകപ്പുരയ്ക്ക് അനുവദിച്ചത്. അതിന്റെ നിർമ്മാണം മനോഹരമായി പൂർത്തീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും മനോഹരമായി 5 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച MLA ഫണ്ടിൽ നിന്നുള്ള ആ പാചകപ്പുരയുടെ ഔപചാരികമായ ഉദ്ഘാടനവും ഈ വേദിയിൽ നിർവഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സ്കൂളിലെ കുട്ടികൾ ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകണം. നിങ്ങൾ ഭാവിയുടെ പൗരന്മാരാണ്. കുഞ്ഞുങ്ങളെ ഏറ്റവും നന്നായി പഠിപ്പിക്കുക, നല്ല സ്വഭാവമുള്ളവരാക്കി മാറ്റുക, നല്ല മൂല്യബോധമുള്ളവരായി മാറ്റുക, നല്ല ഈശ്വര ചിന്തയുള്ളവരാക്കി മാറ്റുക, നല്ല കാഴ്ചപ്പാടും മനോഭാവവും, സഹജീവികളോട് സ്നേഹം, സമൂഹത്തോട് പ്രതിബദ്ധത, രാജ്യത്തോട് കൂറ്, ഇതെല്ലാമുള്ള നന്മയുള്ള നല്ല മനുഷ്യരായി, നല്ല മിടുക്കരായ വിദ്യാർത്ഥികളാകുന്നതോടൊപ്പം നല്ല മനുഷ്യരായി കൂടി തീരാൻ അവരെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച് നമുക്ക് പിച്ച വെച്ചാലേ ഉറച്ച കാലോടെ നടക്കാൻ കഴിയുള്ളൂ. ഉറച്ച കാൽവെപ്പോടെ നടന്നാലേ ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അങ്ങനെ ഏറ്റവും ഉയർച്ചയുടെയും വളർച്ചയുടെയും വഴികളിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഈ KCM LP സ്കൂളിനും ഇതിന്റെ മാനേജ്മെന്റായ പല രൂപത കോർപ്പറേറ്റിനും, അതുപോലെ ലോക്കൽ മാനേജറായി പ്രവർത്തിക്കുന്ന അച്ഛനും നമ്മുടെ കൊച്ചച്ഛനും, അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മിസ്ട്രസിനും, അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യാപകർക്കും ബഹുമാനപ്പെട്ട രക്ഷിതാക്കൾക്കും എല്ലാം കഴിയട്ടെ. ഈ സ്കൂളിന് എല്ലാ ഭാവുകങ്ങളും നന്മകളും വിജയങ്ങളും ആശംസകളും ഞാൻ നേരുകയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഈ സ്കൂളിന്റെ 98ാമത് വാർഷിക ആഘോഷവും രക്ഷാകർതൃ സമ്മേളനവും, ഒപ്പം MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച പാചകപ്പുരയുടെ ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ച് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
കഴിഞ്ഞ 4 വർഷക്കാലം ഞങ്ങളുടെ സ്കൂളിന്റെ PTA പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച ശ്രീ ജോയി മടിക്കാങ്കലിനും പാചകപ്പുരയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയനിഷ്ഠതയോടെ പൂർത്തിയാക്കിയ ശ്രീ